പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാറ്റമില്ലാത്ത ഒന്ന് അത് മാറ്റമാണ് എന്ന് ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അന്വർത്ഥമാണ്. എന്നാൽ അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് പുതിയ iOS 18 ആപ്പിൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ആപ്പിളിൻ്റെ 15 Pro Max ആണ്. നമുക്ക് പുതിയതായി കിട്ടിയ iOS 18-ൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നുവെന്ന് നോക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ഐക്കൺ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഐക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഐക്കണെ നമുക്ക് ഫേസ് ഐ ഡി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഫേസ് ഐ ഡി കൊടുക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഫേസ് ഐ ഡി സംവിധാനമാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ഇപ്പം ഏതെങ്കിലും ഒരു ഐക്കൺ എടുക്കുക. അതിന് നമുക്ക് ഇപ്പോൾ ടെലഗ്രാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് റിക്വേർഡ് പാസ്കോഡ് ഉണ്ട്. നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹൈഡ് ആൻഡ് റിക്വേർഡ് ഫേസ് ഐ ഡി എന്നാണ് വരുന്നത്. റിക്വേർഡ് ഫേസ് ഐ ഡി, അപ്പോൾ ഫേസ് ഐ ഡി വെച്ച് മാത്രം അതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ ഹൈഡ് ചെയ്തിട്ട് ആ ഹൈഡ് ചെയ്ത സ്ഥലത്ത് നിന്ന് നമുക്ക് ഫേസ് ഐ ഡി ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാം. ഈ ഒരു സംവിധാനമാണ് ഇപ്പോൾ ആപ്പിൾ വളരെ എളുപ്പത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളിവിടെ ഹൈഡ് ചെയ്യണമെന്ന് വെച്ചോളൂ. ഈ ഹൈഡ് ചെയ്യുന്ന സാധനം അപ്പോൾ അതിൽ ഹൈഡ് ആപ്പ് എന്ന് പറഞ്ഞ് വീണ്ടും ചോദിക്കും. നമ്മൾ അത് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ചെന്ന് കിടക്കുന്ന സ്ഥലം, ഈ ഹിഡൻ ഫോൾഡറിനകത്ത് 2 ആപ്പ് കിടപ്പുണ്ട്. നമ്മളിപ്പോൾ ലോക്ക് ചെയ്താണ് ഈ ഇൻസ്റ്റാഗ്രാം. നമ്മുടെ ഫേസ് ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ അത് ഓപ്പൺ ആവൂ. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. ഒരു മേജർ ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്ക് ഈ ഐക്കണൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് മാറ്റിവെക്കാം. കണ്ടോ, ഇഷ്ടമുള്ള പ്ലേസിൽ നമുക്ക് മാറ്റിവെക്കാം. ഇത് ഇത്രയും വർഷമായിട്ടും ആപ്പിൾ ഐഫോൺ ഇറക്കി തുടങ്ങിയതിന് ശേഷം ആദ്യമാണ് ഇങ്ങനെ ഒരു മാറ്റം ആപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുപോലെ എന്നാൽ ഈ ഐക്കണിൻ്റെ ഷേപ്പിലൊന്നും ആപ്പിൾ മാറ്റം വരുത്തിയിട്ടില്ല. അതിൻ്റെ ആ ഒരു പാറ്റേണിലും മാറ്റം വരുത്തിയിട്ടില്ല. ഓക്കെ, ഇനി ഈ ഐക്കണിൻ്റെ നിറം നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇത് ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഈ എഡിറ്റ് എന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. നമുക്ക് കസ്റ്റമൈസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെ ലൈറ്റ്, ഇതിൻ്റെ മാറ്റം നോക്കിക്കോളൂ. കണ്ടോ, നമുക്കിഷ്ടമുള്ള കളർ കൊടുക്കാം. ഇത് കണ്ടോ, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്കിതിൽ നിന്ന്, ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നമുക്കിതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ഇത് ടാപ്പ് ചെയ്തിട്ട് ഇത് നമ്മൾ എവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്, അപ്പോൾ ഇങ്ങനെ ആപ്പിൾ തന്നെ സ്വയം അത് കണ്ടുപിടിക്കും ആ കളർ. അപ്പോൾ ആ കളറിൻ്റെ രീതിയിലേക്ക് അത് മാറും. ഇനി അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നമുക്കിവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ കഴിയും. ഇനി ലാർജ് ഐക്കണാക്കാം. കണ്ണിന് പ്രശ്നമുള്ളവർക്ക് ലാർജ് ഐക്കണാക്കാം. ഇത് സ്മോളാണ് കുറച്ചുകൂടി ബെറ്റർ. ലാർജ് ഐക്കണാക്കുമ്പോൾ ഇതിൻ്റെ എഴുതിയിരിക്കുന്ന ആ ഒരു മെനു മാറും. അപ്പോൾ അതുകൂടി ചേർത്താണ് ഇത് സ്മോൾ തന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇതിനകത്ത് iOS 18-ൽ വോയിസ് റെക്കോർഡർ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ AI ഫീച്ചറും കൊണ്ടുവന്നിട്ടില്ല. വോയിസ് റെക്കോർഡർ 18.1-ൽ കൊണ്ടുവരുമെന്നാണ് ആപ്പിൾ പറഞ്ഞിരിക്കുന്നത്. അത് ഏകദേശം ഒക്ടോബർ പകുതിയാകും. ഞാനും ഈ 18-ൽ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്നാണ് വോയിസ് റെക്കോർഡർ, അതുപോലെ തന്നെ AI ഫീച്ചറും. എന്തായാലും Pro Maxൽ 15 Pro Max മുതൽ AI ഫീച്ചർ ലഭിക്കുമെന്നാണ് ആപ്പിൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മറ്റ് ഒരു മോഡലുകളിലും AI ഫീച്ചർ ലഭിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഒരു മാറ്റമെന്ന് പറയുന്നത്, നമുക്ക് ഇതിൻ്റെ വാൾപേപ്പർ ചേഞ്ച് ചെയ്യാൻ കഴിയും. വാൾപേപ്പറിലേക്ക് വരിക, ലോങ് പ്രസ് ചെയ്യുക. ഇതിനകത്ത് ആഡ്, കണ്ടോ, ഇഷ്ടമുള്ള വാൾപേപ്പർ നമുക്കിതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. അപ്പം iOS 18-ൻ്റെ വാൾപേപ്പർ നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ അതേപോലെ തന്നെ ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പോൾ അതിൻ്റെ കളറിന് ചേഞ്ച് വരുന്നത്, നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ ഈ ഏറ്റവും താഴെ ഉണ്ടായിരുന്ന ഈ 2 ബട്ടൺ, ഡിഫാൾട്ട് ബട്ടൺ, നമുക്കിത് വേണ്ടെന്ന് വയ്ക്കാം. ലൈറ്റ് വേണ്ടെന്ന് വയ്ക്കാം, നമുക്ക് ക്യാമറ വേണ്ടെന്ന് വയ്ക്കാം. ഇനി ഒരു മേജർ ചേഞ്ച് വരുത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ കലണ്ടർ ആപ്പ് അതിൻ്റെ ഷേപ്പ് നമുക്ക് വലുതാക്കാം. കണ്ടോ, അപ്പോൾ കലണ്ടറിലൊക്കെ നമ്മൾ എന്താണ് എഴുതിയിരിക്കുന്നത് ആ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിനെ ടാപ്പ് ചെയ്യാതെ തന്നെ ഈ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു തരമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് പല ഷേപ്പിലും, ഇതേലിപ്പോൾ ഓലയുടെ ഇതെടുത്തു കഴിഞ്ഞാൽ അതിന് 2 ഷേപ്പാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിന് എത്ര ചാർജ് ഉണ്ടെന്ന് നമുക്ക് അതിനെ ടാപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് അറിയാൻ കഴിയും.
ഓക്കെ, ഇതേപോലെ നല്ല കാര്യങ്ങൾ 18-ൽ iOS 18-ൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഇത് നല്ലൊരു മാറ്റമാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ റെക്കോർഡിങ്ങിൽ പോസ്റ്റ് ബട്ടൺ കൊണ്ടുവന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതും വളരെ ഇത്രയും വർഷമായിട്ട് ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യമാണ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഒരു കാര്യം മാത്രം ആപ്പിൾ ചെയ്തിട്ടില്ല. നമുക്കിതേപോലെ ഓപ്പണായിരിക്കുന്ന ഈ വിൻഡോകൾ ഒരുമിച്ച് ക്ലോസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ആപ്പിൾ ഇതുവരെയും കൊണ്ടു തന്നിട്ടില്ല. നമ്മൾ 10 15 വിൻഡോസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നാൽ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്യേണ്ടതാണ്. അല്ലാതെ ഇത് ഒരുമിച്ച് ക്ലോസ് ചെയ്യുന്ന സംവിധാനം ആപ്പിൾ ഇതുവരെ നൽകിയിട്ടില്ല. ഒരുപക്ഷെ ഇനി ഉള്ള സമയങ്ങളിൽ, ഇനി ഫ്യൂച്ചറിൽ ഇത് നൽകുമായിരിക്കും. എന്തായാലും iOS 18-ൽ വന്ന മാറ്റങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ആപ്പിളിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഓക്കെ.